ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം സുചിത്ര ആലുവ മണപ്പുറത്ത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം ചെയ്യാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജീവനോടെ തന്നെയുണ്ട്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും പൂർവികർക്ക് വേണ്ടിയിട്ടും അച്ഛനമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 വർഷമായിട്ട് ബലിതർപ്പണം ചെയ്യുന്നുണ്ട് ആലുവ മണപ്പുറത്ത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോവാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അപ്പൂപ്പനമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ബലിതർപ്പണം ചെയ്യാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെയല്ല, കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ നല്ല തിരക്ക് തന്നെ ഉണ്ടാകും. കുറേയേറെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ട് നമ്മൾ സോളോ ആണല്ലോ, ഒറ്റയ്ക്കാണല്ലോ എവിടെയും പോകുന്നത്. സിനിമയ്ക്കായാലും ഒറ്റയ്ക്ക്, ഉത്സവത്തിനായാലും ഒറ്റയ്ക്ക്, ഓരോ കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാണ്. ഏകദേശം നമ്മുടെ ഈ ഒരു സോളോ യാത്രകളും ഒക്കെ അവസാനിക്കാറൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയട്ടെ. അങ്ങനെ ഓരോ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ആവശ്യമുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെയുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരെയും കണ്ട് എല്ലാ സാധനങ്ങളും കണ്ട് അങ്ങനെ നടന്ന് ഏകദേശം അവിടെ എത്താറായി കേട്ടോ. അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആലുവയിൽ ഇത്തവണ ബലിതർപ്പണത്തിൽ പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ എത്തി. അങ്ങനെ ഞാൻ നേരെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. അവിടെ കയറി കഴിയുമ്പോൾ പതിവ് പോലെ ഒരാളുണ്ട്, നമ്മുടെ നന്ദികേശൻ്റെ കാതുകളിൽ പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്ദികേശൻ എന്തായാലും അത് ഭഗവാനോട് പറയാതിരിക്കില്ല. ഭഗവാന്റെ കാതുകളിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അകത്ത് ഒരു പശുവൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മൊത്തം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതിന് എന്താ പറയുക, പുള്ളും പാട്ട്, അതൊക്കെ പാടുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് മൊത്തത്തിലുള്ളൊരു കാഴ്ച. പെരിയാർ നദിയുടെ തീരത്താണ് നമ്മുടെ ഭഗവാന്റെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇവിടെയാണ് ഞാൻ ബലി അർപ്പിച്ചത് കേട്ടോ. സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ബലിതർപ്പണത്തിനില്ലേ 150 രൂപ വാങ്ങിത്തവണ ഞാൻ ചോദിച്ചു എത്രയാണ്, എവിടെയാണ് ഫണ്ട് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇതെന്താ മൃഗശാല വല്ലതുമാണോ, കയറി ഇരുന്ന് ബലിതർപ്പണം ചെയ്തിട്ട് കൊച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂപ്പനെ അമ്മൂമ്മനെയൊക്കെ വിചാരിച്ച് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കി എൻ്റെ അമ്മൂമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ബലി ഞാൻ ഈ പ്രാവശ്യവും തർപ്പണം ചെയ്തിട്ടുണ്ട്. അവരുടെ ആത്മാവിന് ഒത്തിരി ഒരു സന്തോഷം ഒക്കെ കിട്ടുമെന്നുള്ളതാണല്ലോ ശരിക്കും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് ചായ വാങ്ങിച്ചു. പിന്നെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണല്ലോ. അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരുത്തരം ഞാൻ കണ്ടത് കേട്ടോ. അവൻ എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവനെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പോരുന്ന വഴിക്ക് ഭഗവാന്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ഈ പാലത്തിൽ കയറി ഞാൻ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ബൈ, ലവ് യു.